നാളെ നടത്താനിരുന്ന അമ്മ എക്സിക്യൂട്ടീവ് മാറ്റിവെച്ചു. അമ്മ പ്രസിഡന്റ് മോഹൻലാലിന്റെ അസൗകര്യത്തെ തുടർന്നാണ് തീരുമാനം. അശ്വിൻ പാലാഴി കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. അശ്വിൻ, മോഹൻലാലിന് ഓൺലൈനായി വേണമെങ്കിലും പങ്കെടുക്കാവുന്നതാണ്. എന്നിട്ടും ഇത്രയും പ്രധാനപ്പെട്ട ഒരു തീരുമാനം എന്തായാലും നീട്ടിവെക്കാനുള്ള ആലോചന എന്തുകൊണ്ടാണ് സംഘടനാ നേതൃത്വം ഇപ്പോൾ സ്വീകരിക്കുന്നത്? വേണു, വ്യക്തിപരമായ ചില കാരണങ്ങളാലാണ് മോഹൻലാൽ നാളെ എത്താനാവില്ല എന്നുള്ളത് അമ്മ നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നാളെ നടത്താനിരുന്ന എക്സിക്യൂട്ടീവ് യോഗം കുറച്ച് ദിവസത്തേക്ക് മാറ്റിവെക്കണം എന്നുള്ളതാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും മോഹൻലാൽ എത്താതെ യോഗം നടത്തേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലാണ് അമ്മ നിലവിലുള്ളത്. കാരണം വളരെ നിർണായകമായൊരു യോഗമായതുകൊണ്ട് തന്നെ പ്രസിഡന്റ് മോഹൻലാൽ നേരിട്ടെത്തണമെന്നുള്ളതാണ് അമ്മയുടെയും തീരുമാനം. മോഹൻലാലും അത് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. നേരിട്ടെത്തിയ ശേഷം കൂടാം എന്നുള്ളൊരു തീരുമാനമാണ് നിലവിലുള്ള സംഘടനാ നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒന്നോ രണ്ടോ ദിവസത്തേക്ക് മാറ്റിവെക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. മോഹൻലാൽ ചില ആശുപത്രി ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് ചെന്നൈയിലാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹം എന്ന് തിരികെ വരും എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. എന്തായാലും വളരെ നിർണായകമായ പ്രതിസന്ധി ഘട്ടത്തിൽ അമ്മ നിൽക്കുന്ന സാഹചര്യത്തിൽ അടിയന്തരമായ ഒരു എക്സിക്യൂട്ടീവ് ചേർന്ന മറ്റ് തീരുമാനങ്ങൾ, പ്രത്യേകിച്ച് ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് സിദ്ദിഖ് രാജിവെച്ച സാഹചര്യത്തിൽ അവിടെ മറ്റൊരാളെ നിയമിക്കുന്നതടക്കമുള്ള നിർണായക കാര്യങ്ങളൊപ്പം നിലവിലെ പ്രതിസന്ധി എങ്ങനെ നേരിടണം എന്നടക്കമുള്ള പ്രധാനപ്പെട്ട ചർച്ചകൾ അടക്കം നടക്കേണ്ട സാഹചര്യത്തിലാണ് നാളത്തെ എക്സിക്യൂട്ടീവ് മാറ്റിവെക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് അമ്മ എത്തിയിരിക്കുന്നത്. എന്തായാലും എന്ന് മോഹൻലാൽ തിരികെ വരും, എന്നാണ് ഇനി യോഗം നടത്തേണ്ടത് എന്നുള്ള കാര്യത്തിൽ നിലവിൽ തീരുമാനമായിട്ടില്ല. മറ്റുള്ള താരങ്ങളെല്ലാം തന്നെ ഷൂട്ടിംഗ് ഒക്കെ മാറ്റിവെച്ച് നാളത്തെ എക്സിക്യൂട്ടീവ് യോഗത്തിൽ പങ്കെടുക്കാനായി കൊച്ചിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് മോഹൻലാലിന്റെ അസൗകര്യം കണക്കിലെടുത്തുകൊണ്ട് നാളത്തെ യോഗം മാറ്റിവെച്ചിരിക്കുന്നത്. വേണു, അശ്വിൻ, ഈ സംഘടനയിൽ എന്തായാലും ഇനിയിപ്പോൾ അഴിച്ചുപണിക്ക് നിർബന്ധിതമായിരിക്കുകയാണ്, പ്രത്യേകിച്ചും സിദ്ദിഖിന്റെ രാജിയോടെ. അങ്ങനെ വരുമ്പോൾ ആ പ്രധാനപ്പെട്ട ചുമതലയിലേക്കൊക്കെ വനിതകളിൽ ആരെങ്കിലും വരട്ടെ, അങ്ങനെയൊക്കെയുള്ള ആലോചന അമ്മയിൽ നടക്കുന്നുണ്ടോ? വേണു, തീർച്ചയായും ചരിത്രപരമായ ഒരു അഴിച്ചുപണിക്ക് തന്നെ അമ്മ തയ്യാറെടുക്കുന്നു എന്നുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. ഒരു വിഭാഗം അംഗങ്ങൾ ഒരു വനിതാ അംഗത്തെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തിക്കണമെന്നുള്ള ആവശ്യം ശക്തമായി തന്നെ സംഘടനയിൽ ഉന്നയിക്കുന്നുണ്ട്. നേതൃത്വവും അതിൻ്റെ സാധ്യതകൾ പരിശോധിക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ WCCയുമായുള്ള ചർച്ചയ്ക്ക് പോലും അമ്മ സംഘടന നേതൃത്വം തയ്യാറാകുന്നുണ്ട് എന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. നിലവിൽ WCC ഇതുവരെ സമീപിച്ചിട്ടില്ല. അമ്മയിൽ കടുത്ത ആലോചനകൾ അതുമായി ബന്ധപ്പെട്ട് WCCയുമായുള്ള ചർച്ചകൾക്ക് വേണ്ടി നടക്കുന്നുണ്ട്. എന്തായാലും അതിൽ വരും ദിവസങ്ങളിൽ ഒരു തീരുമാനമുണ്ടാകും. അതിനുപോലും ഏറ്റവും നിർണായകമായത് എക്സിക്യൂട്ടീവ് യോഗം തന്നെയാണ്. ആ യോഗമാണ് ഇപ്പോൾ മാറ്റിവെച്ചിരിക്കുന്നത്. ഒപ്പം ഈ വനിതാ അംഗത്തെ എത്തിക്കുന്നത് നിലവിൽ സംഘടനയ്ക്കുണ്ടായിരിക്കുന്ന നാണക്കേടും അവമതിപ്പും ഒക്കെ മാറ്റിക്കൊണ്ട് ഒരു പുതിയ പ്രതിച്ഛായ നൽകാനും ഒപ്പം സംഘടനയിൽ അടിമുടി ഒരു മാറ്റം നൽകാനും ഒക്കെ ഒരു വനിതാ അംഗത്തെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തിക്കുന്നതിലൂടെ കഴിയുമെന്നുള്ളൊരു വിലയിരുത്തലാണ് ഭൂരിഭാഗം അംഗങ്ങളും ഉള്ളത്. അതിനും അപ്പുറത്തേക്ക് ജഗദീഷിനെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തിക്കാനുള്ള നീക്കങ്ങളും ഒരു വിഭാഗം നടത്തുന്നുണ്ട്. അത് ശക്തമായി തന്നെ നടക്കുന്നുവെന്ന് വേണം പറയാൻ. അദ്ദേഹം ഇപ്പോൾ വൈസ് പ്രസിഡന്റാണ്. വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ജനറൽ സെക്രട്ടറിയിലേക്ക് എത്തണമെങ്കിൽ കടമ്പകളേറെയാണ്. അമ്മയുടെ നിലവിലുള്ള ബൈലോയിലെ ഭേദഗതി അടക്കം അതിന് നടത്തേണ്ടി വരും. ബൈലോ ഭേദഗതി ചെയ്യാനുള്ള അധികാരം ജനറൽ ബോഡിക്ക് മാത്രമാണ്. 506 അംഗ ജനറൽ ബോഡിക്ക് മാത്രമാണ്. അടിയന്തരമായി ജനറൽ ബോഡി യോഗം വിളിച്ച് ആവശ്യമായ ഭേദഗതി വരുത്തി ഈ മാറ്റങ്ങൾ കൊണ്ടുവരണമെന്നുള്ള ആവശ്യമാണ് നിലവിൽ ശക്തമായി തന്നെ അമ്മ സംഘടനയിൽ ഉയർന്നിട്ടുള്ളത്. എന്തായാലും ഒപ്പം ഈ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ബൈലോ തന്നെയാണ് ഏറ്റവും നിർണായക ഘടകം. നിലവിൽ 11 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നിന്ന് വേണം ഈ ഒരു ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഒരാളെ എത്തിക്കുവാൻ. അതിനപ്പുറമാണ് ഒരു വനിതാ അംഗത്തെ, അതായത് ഈ ബൈലോയ്ക്ക് അപ്പുറമാണ് ഒരു വനിതാ അംഗത്തെ എത്തിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നത്. ഈ രണ്ടിനും ബൈലോ ഭേദഗതി ഏറ്റവും നിർണായകമാണ്. ആ ബൈലോ ഭേദഗതി വേണമെങ്കിൽ എക്സിക്യൂട്ടീവിൽ ഒരു നിർണായക തീരുമാനമെടുത്ത് ജനറൽ ബോഡി വിളിച്ച് ആ ജനറൽ ബോഡിയിൽ ഒരു ഭേദഗതിയാണ് കൊണ്ടുവരേണ്ടത്. എന്തായാലും ഇതിനൊക്കെ അനന്തമായ കാലതാമസം എടുക്കും എന്നുള്ളതാണ് ഈ എക്സിക്യൂട്ടീവ് യോഗം നീട്ടിവെക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും വനിതാ അംഗം ജനറൽ സെക്രട്ടറി ആയാൽ അതൊരു ചരിത്രപരമായ മാറ്റം തന്നെയാകും എന്നുള്ളതാണ് പറയേണ്ടത്. എന്തായാലും ഇനിയിപ്പോൾ എക്സിക്യൂട്ടീവ് യോഗമാണ് നിർണായകമായി ഇതിലൊക്കെ തീരുമാനമെടുക്കേണ്ടത്. അശ്വിൻ പാലാഴിയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. നാളെ നടത്താനിരുന്ന അമ്മ യോഗം മാറ്റിവെച്ചിരിക്കുകയാണ്. മോഹൻലാലിന്റെ അസൗകര്യത്തെ തുടർന്നാണ് യോഗം മാറ്റിവെച്ചിരിക്കുന്നത്.